നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ, ഇപ്പോഴത്തെ പോപ്പ്, അദ്ദേഹം ആശങ്കാകുലനാണ്. സമീപകാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ആശങ്കകൾക്ക് ഒരു പരിധിയുമില്ല എന്നുള്ള ഒരവസ്ഥയാണ്. കാരണം ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുവാൻ സാധിക്കില്ല. ഇസ്രായേലിലേക്ക് കടന്ന് അവിടെ നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഒക്ടോബർ 7 എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു കരിദിനമായി മാറിയൊരു സംഭവമാണ്. 1400ഓളം പേരെ നിർദാക്ഷിണ്യം വധിക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളുകയും ഏതാണ്ട് 230ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തൊരു ഭീകരവാദ പ്രവർത്തനം ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തി. അതിൻ്റെ പ്രതിക്രിയ എന്നവണ്ണം ഇസ്രായേൽ പാലസ്തീനെ ആക്രമിച്ചു, തച്ച് തകർക്കുക തന്നെ ചെയ്തു. ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി. ആ ആക്രമണങ്ങളുടെ, ആ പ്രതിക്രിയയുടെ ഓരോ ഘട്ടത്തിലും വത്തിക്കാനിൽ നിന്ന് നിലവിളികളാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ഇതത്ര ശരിയല്ല, മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയെങ്കിലും ഗാസയ്ക്ക് നൽകുക, അങ്ങനെ അടിക്കരുത്, റാഫേൽ എങ്ങനെ ഇടിക്കരുത് എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ആശങ്ക മാറുന്നതിന് മുമ്പ് ഫിർ എക് സഖം എന്ന് ഹിന്ദിയിൽ പറയുന്നത് പോലെ, അതായത് വീണ്ടും ഹർദിൻ എക് സഖം എന്ന് പറയും, ഓരോ ദിവസവും ഓരോ പുതിയ മുറിവ് എന്നുള്ള തരത്തിൽ ഇറാൻ്റെ മേൽ ഇസ്രായേലും അമേരിക്കയും കൂടി സംയുക്തമായ ആക്രമണം നടത്തി. ഇപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് ട്രംപിനെ ഉപദേശിക്കുവാനങ്ങ് തീരുമാനിച്ചു. നെതന്യാഹുവിനെ നേരത്തെ ഉപദേശിച്ചിരുന്നു. നെതന്യാഹുവിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉപദേശിക്കുമ്പോൾ നെതന്യാഹു തിരിച്ച് മറുപടിയൊന്നും പറയുവാൻ പോയില്ല. നെതന്യാഹു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിസ്ബുള്ളയുടെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്, എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ഒരു 2 ബോംബ് കൂടി അവിടെ കൊണ്ടിടുകയുള്ളൂ. അത്രയും നെതന്യാഹു ചെയ്യും. പക്ഷേ ട്രംപ് അങ്ങനെയല്ല. കാരണം ട്രംപ് ഒന്നാമതേ ഇപ്പോൾ കിളി പോയൊരവസ്ഥയിലാണ്. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതും അമേരിക്കയുടെ രാജ്യഭാരം കയ്യേറുന്നതും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും എന്തും വിളിച്ചു പറയും, എന്തും ചെയ്യുമെന്നുള്ളതല്ല, എന്തും വിളിച്ചു പറയും. പറയുന്നതായിരിക്കില്ല ചെയ്യുന്നത് ഒരിക്കലും പറയാറുമില്ല. ഇത് തമ്മിൽ പരസ്പര ബന്ധമൊന്നുമില്ലാതെ മുഴുവനായി കിളിപോയൊരവസ്ഥയിലാണ് ട്രംപ് നടക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ നേരെയാണ് യുദ്ധം നിർത്തുവാനുള്ള ഉപദേശവുമായി ലിയോ 14 ചെന്നത്. ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞു, ലിയോ 14 എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതേ ഇല്ല. അദ്ദേഹം എപ്പോഴും ഈ കുറ്റകൃത്യങ്ങളോട് വളരെ മൃദു സമീപനം കാട്ടുന്ന, ആഗോള നയതന്ത്രത്തിൽ പൂർണ്ണ പരാജയമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് തുടങ്ങിയ രീതിയിൽ വമ്പൻ പരിഹാസം ലിയോ 14 മാർപ്പാപ്പയ്ക്ക് നേരെ നടത്തുകയും ഒപ്പം സ്വയം യേശുക്രിസ്തുവായിട്ട് നിൽക്കുന്നൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. അതായത്, ഞാൻ ലോകത്തെ മുഴുവൻ സുഖപ്പെടുത്തുവാൻ വന്ന മഹാനാണ്, മിശിഹായാണ് എന്ന് തന്നെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളൊരു ചിത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ അവതരിപ്പിച്ചു കൊണ്ടുള്ളൊരു ചിത്രം ട്രംപ് പുറത്തുവിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിവാദങ്ങൾ നിരവധി ഉണ്ടായി, വിമർശനങ്ങളുണ്ടായി. ട്രംപ് പറഞ്ഞു, ഞാൻ മാപ്പ് പറയാനൊന്നും പോകുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോ 14 എപ്പോഴും ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യങ്ങളോടും ഭീകരവാദത്തോടും മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മാപ്പ് പറയാനൊന്നും പോകുന്നില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മാധ്യമങ്ങളെല്ലാവരും കൂടി അമേരിക്കയുടെ ഉപരാഷ്ട്രപതി JD വാൻസിനെ സമീപിച്ചു. JD വാൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ JD വാൻസ് കുറച്ചും കൂടി കടന്നാണ് പറഞ്ഞത്, പക്ഷെ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. ലിയോ 14 അദ്ദേഹത്തിന് അറിയാവുന്ന പണി ചെയ്യുന്നതാണ് നല്ലത്. അതായത്, കാത്തലിക് പള്ളികളുടെ കാര്യത്തിൽ എന്തൊക്കെ നടക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് നല്ലത്. അമേരിക്കയുടെ രാഷ്ട്രീയവും അമേരിക്കയുടെ ഭരണകാര്യങ്ങളും ട്രംപ് നോക്കിക്കോളും, അദ്ദേഹത്തെ അനുവദിക്കുക. അതായത്, അറിയാവുന്ന പണി പോയി ചെയ്യടേ എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം. ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ നമുക്ക് കേരളത്തിലേക്കൊന്ന് കണ്ണോടിച്ചില്ല. ഇതൊക്കെ തന്നെയല്ലേ ഇത്ര പോലും PC ജോർജ് പറഞ്ഞിട്ടില്ല. PC ജോർജിൻ്റെ അടുത്ത് പറഞ്ഞാൽ വെറുതെ എന്തിനാണോ അനാവശ്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആവശ്യത്തിന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ട്രംപ് പറഞ്ഞത് കേട്ടില്ലേ? അത്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാവം PC ജോർജ് പറയുകയുള്ളൂ. FCRAയുടെ കാര്യമാണ് പറഞ്ഞത്. വൈദികന്മാരോട് അടിസ്ഥാനപരമായിട്ട് പറയുവാനുള്ളത് ഇത് തന്നെയാണ്. രാഷ്ട്രീയം, വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാനും അതിൽ അഭിപ്രായം പറയുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ, അതും പ്രത്യേകിച്ച് ഒരു മതസ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ
രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അതൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം മാത്രമല്ല, വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സഭയുടെ, ഒരു സംഘടനയുടെ അഭിപ്രായമായി, ഒരു സമൂഹത്തിൻ്റെ തന്നെ അഭിപ്രായമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന അഭിപ്രായങ്ങളായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ FCRയെ സംബന്ധിച്ച് ഇപ്പോൾ സമീപകാലത്ത് ബിഷപ്പുമാരും ചില പാതിരിമാരും ഒക്കെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടപ്പോൾ സമൂഹത്തിന് തോന്നിയത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു വ്യാകുലതയാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലുകാരാണോ ഇവർ എന്നുള്ളൊരു സംശയമാണ് ഈ സഭയുടെയും സഭാ മേലധ്യക്ഷന്മാരുടെ, ഇതിനെ എതിർത്ത് രംഗത്തിറങ്ങിയവരുടെ മേലുണ്ടായത്. അതിൻ്റെ ഒരു വളരെ മൃദുവായ ഒരു വശമാണ് PC ജോർജ് പറഞ്ഞത്. ഇത്തരത്തിൽ അങ്ങനെയുള്ളവർ ആശങ്കപ്പെട്ടാൽ മതി എന്നുള്ളത്. അതിനാണ് അദ്ദേഹത്തിൻ്റെ നേരെ ഇപ്പോൾ പലരും വാളെടുക്കുന്നതും എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതും. ഇനി ട്രംപിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ കാര്യത്തിൽ ഇത്ര പോലുമല്ല. ഈ ലിയോ 14 എന്നുള്ളത് അമേരിക്കയിൽ നിന്നുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം ഇപ്പോൾ വത്തിക്കാൻ്റെ തലവനാണ്, അതായത് ഇറ്റലിക്കകത്തുള്ള. എനിക്കതാണ് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യം. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ട്രാക്ക് മാറിയിട്ട്. ഇസ്രായേലിലും ജെറുസലേമിലും മധ്യപൂർവേഷ്യയിൽ, അതായത് അറേബ്യയിൽ ജനിച്ച യേശു, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ആസ്ഥാനം എങ്ങനെ വത്തിക്കാനിലെത്തി? ഇനി ഇറ്റലിയുടെ നടുക്ക് മാഫിയയുമായിട്ട് എന്തെങ്കിലും ബന്ധം? അതാവാൻ സാധ്യതയില്ല. എന്തായാലും അറിയാവുന്നവരെന്ന് കമൻറ്റിൽ പറഞ്ഞു. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, അമേരിക്കയുടെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു കാര്യവും വത്തിക്കാൻ്റെ ഭരണാധികാരിക്കില്ല. കാരണം ഈ പോപ്പെന്ന് പറയുന്നത് ഈ മതമേലധ്യക്ഷൻ മാത്രമല്ല, വത്തിക്കാൻ്റെ ഭരണാധികാരി കൂടിയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനാണ് ട്രംപ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ആ ഭാഷയുടെ ശുദ്ധിയും ഭാഷയുടെ ഒരു മാന്യതയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വൃഥാവ്യായാമമാണ്. കാരണം ട്രംപിന് ഒരിക്കലും ഭാഷാ സംശുദ്ധിയോ അല്ലെങ്കിൽ തെറി വിളിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്രൈസി ബി വേർഡൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ MF ഒക്കെ ചേർത്തിട്ടുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം നിത്യോപയോഗ വസ്തുക്കൾ പോലെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ വായിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണടിച്ചു പോകും അദ്ദേഹം വിളിക്കുന്ന തെറികൾ കേട്ടാൽ. അതുകൊണ്ടൊരു ഭാഷയുടെ ഒരു ശുദ്ധി ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. പക്ഷേ ട്രംപ് പറഞ്ഞതിൽ കാര്യമുണ്ട്, PC ജോർജ് പറഞ്ഞതിലും കാര്യമുണ്ട്. രണ്ടും കൂടി ഒന്ന് ചേർത്ത് വായിച്ചാൽ ഇതിൽ മുഴുവൻ കാര്യങ്ങളുണ്ട്. മതമേലധ്യക്ഷന്മാർ, ബിഷപ്പുമാർ, പാതിരിമാർ ഒക്കെ പള്ളിയുടെ കാര്യം നോക്കിയിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് എൻ്റെയും വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ അമേരിക്കയുടെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം വത്തിക്കാനിൽ ഏറ്റവും കൂടുതൽ വത്തിക്കാൻ്റെ ഫണ്ട് ചിലവാക്കപ്പെടുന്നത് ഈ പിഡോഫൈൽ കേസുകളിൽ പെട്ടിട്ടുള്ള, ബാലപീഡന കേസുകളിൽ പെട്ടിട്ടുള്ള പാതിരിമാരെ ലോകമാകമാനം അവരുടെ കേസുകൾ നടത്തി രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഫണ്ടുകൾ പലതും അമേരിക്കയിലേക്ക് അവരെത്തിക്കുന്നത് ഷെൽ കമ്പനികൾ വഴിയാണ്. അതിൻ്റെ മേലെന്തെങ്കിലും ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു കിളിയും കൂടി പറന്നുപോയൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ മുഴുവനായിട്ടും പ്രശ്നമാകും. ചിലപ്പോൾ ലിയോ 14 സ്ഥാനം തന്നെ ഒഴിഞ്ഞു പോകേണ്ടി വരും. ചില മാർപ്പാപ്പമാരൊക്കെ ഈ അടുത്തിടയ്ക്ക് അനാരോഗ്യം മൂലം ഞങ്ങൾ ഒഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പണികൾ കൃത്യമായിട്ട് CIA-യും മൊസാദും ഒക്കെ വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ട്രംപ് ഒരുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തൊക്കെ ഭ്രാന്ത് പറഞ്ഞാലും എന്തൊക്കെ വിമർശനങ്ങൾ മാർപ്പാപ്പയ്ക്ക് നേരെ നടത്തിയാലും ട്രംപ് അടിസ്ഥാനപരമായിട്ടൊരു ക്രിസ്തുമത വിശ്വാസിയാണ്. അതിലൊരു സംശയവും വേണ്ട. കാരണം മദ്യപിക്കില്ല, പുകവലിക്കില്ല, പിന്നെ കൊക്കക്കോള ആവശ്യത്തിലധികം കുടിക്കും, ബർഗറും ആവശ്യത്തിലധികം കഴിക്കും. മദ്യപിക്കില്ല, പുകവലിക്കില്ല, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മാർപ്പാപ്പയെ തെറി വിളിക്കും. അതിപ്പോൾ ഇടവകയിൽ ക്രിസ്ത്യാനികൾ വിളിക്കാറില്ലേ, അച്ചോ എന്ന് വിളിച്ചിട്ട് മനസ്സിലെങ്കിലും വിളിക്കാറില്ലേ? അത്രയേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള ഭ്രാന്തമായ അവസ്ഥയിൽ ട്രംപ് എത്തിയാൽ വലഞ്ഞു പോവും വത്തിക്കാൻ. അതുപോലെ തന്നെയാണ് FCRA വരുമ്പോൾ ഇവിടെ ചില പാതിരിമാരും വലയുവാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.